ഹലോ ഹലോ ഇന്നലെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയും ചേട്ടനും കുറച്ച് ചക്ക തന്നു. അപ്പോൾ അവർ ചക്ക നല്ല വെട്ടി നുറുക്കി ചുവളയാക്കി വൃത്തിയാക്കിയിട്ടാണ് തന്നത് കേട്ടോ. അപ്പോൾ ചക്ക കൂട്ടാൻ ഞാൻ വെച്ചു. അതുകൊണ്ട് ചക്ക കൂട്ടാൻ വയ്ക്കാൻ എനിക്ക് ഓൾറെഡി അറിയാമോ, എന്നാലും കുറച്ച് റെസിപ്പീസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ആ ചക്ക കൂട്ടാൻ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള റെസിപ്പി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ എന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. ചക്കയെല്ലാം കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും വിതറി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു. നന്നായിട്ടത് മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ചു കേട്ടോ. അപ്പം നിങ്ങളെ കുക്കറിൻ്റെ ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ, 1 വിസിലോ 2 വിസിലോ. ഇതിൽ 3 വിസിൽ വേണ്ടി വന്നു. എന്നിട്ട് ഒരു മിക്സീൻ്റെ ജാറെടുത്ത്, അപ്പിക്കാൻ അപ്പുറത്ത് മിക്സീൻ്റെ ജാറെടുത്തു. തേങ്ങ ചതച്ച് വെച്ചു ഓൾറെഡി. തേങ്ങ ചിരങ്ങാൻ മടിയാകൊണ്ട് പൂണ്ടിട്ട വെച്ച. പിന്നെ പച്ചമുളക്, ജീരകം, ഉള്ളി, ഒരു 4 പോണ വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ല ചക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലിത് മിക്സ് ചെയ്തു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വറുത്തിടണം. അപ്പോൾ കടുക് വറുത്തിടുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കരിവേപ്പില തണ്ടോടെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒരു പരുവായി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചക്ക കൂട്ടാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായാലും അടുപ്പത്ത് വയ്ക്കണ ചക്ക അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ.